ഒരു മറ്റുള്ളവരെ നല്ല രീതിയിൽ സ്വാധീനിക്കുന്ന, പുരോഗമനത്തിലേക്ക് സ്വാധീനിക്കുന്ന ഒരു വ്യക്തിയായി തീരണമെങ്കിൽ നമ്മൾക്ക് ആവശ്യമായിരിക്കുന്ന ഒന്നാമത്തത് ഞാൻ പറഞ്ഞു, നോയിങ് വേർ വി ആർ, നമ്മൾ എവിടാണ് എന്നുള്ളത് നമ്മൾ അറിയുക. 2, നോയിങ് വാട്ട് വി ഡു, നമ്മൾ എന്താണ് ഒരു വിഷയത്തിൻ്റെ മുമ്പിൽ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത്. 3-മതായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഹൗ ഡു വി ഫൊർഗീവ്. നമ്മൾ ഈ ക്ഷമിക്കുന്നുണ്ട്, പക്ഷേ ചിലർ ഭാഗികമായിട്ട് ക്ഷമിക്കും, ചിലർ പ്രോഗ്രസീവായിട്ട് ക്ഷമിക്കും, ചിലർ വാക്കുകൊണ്ട് ക്ഷമിക്കും, ഹൃദയം കൊണ്ട് ക്ഷമിക്കത്തില്ല. ഇതൊരു വലിയ പ്രശ്നമാണ്. പക്ഷെ ക്ഷമിക്കുന്നതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്, ഒന്നാമത് വേഗത്തിൽ ക്ഷമിക്കണം, പെട്ടെന്ന് ക്ഷമിച്ചേക്കണം. അത് പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ഡിവോഴ്സിലേക്കൊക്കെ എത്തിക്കുന്നതിൻ്റെ പ്രധാന കാരണം ക്ഷമിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. അപ്പോൾ ഈ എത്ര വലിയ വിഷയമാണെങ്കിലും, പരിഹരിക്കാൻ കഴിയുന്ന വിഷയമാണെങ്കിൽ എന്തിനാ വെച്ചുകൊണ്ടിരുന്ന് അതിനെ വലിയ ഒരു പ്രശ്നമാക്കുന്നത്? പെട്ടെന്ന് ക്ഷമിക്കണം, ഫൊർഗീവ് ഇമ്മീഡിയറ്റ്ലി. അത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. 2 വ്യക്തികൾ, നമ്മൾ ഒരു വ്യക്തിയുമായിട്ട് അല്ലല്ലോ, 2 വ്യക്തികൾ, അത് നമ്മുടെ കുടുംബജീവിതത്തിലായിക്കൊള്ളട്ടെ, ജോലി സ്ഥലത്തോ, നമ്മുടെ ആത്മീക വിഷയവുമായിട്ട് ബന്ധപ്പെട്ടോ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ നമ്മൾ പെട്ടെന്ന്, ആരും പെർഫെക്റ്റ് അല്ല, പക്ഷെ നമ്മളൊന്ന് ക്ഷമിക്കാമെങ്കിൽ അത് കട്ടി പിടിക്കത്തില്ല, കഠിനമാകത്തില്ല, ഹാർഡാവത്തില്ല. അത് പെട്ടെന്ന് സോഫ്റ്റ് ആവും, അത് പെട്ടെന്ന് മൃദുവായി തീരും. ആ മൃദുവായി തീരുന്നത് കൊണ്ട് നമുക്ക് പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് രമ്യപ്പെട്ട് പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം കഴിയും. 2-മത്തേതായിട്ട്, ഈ ക്ഷമിക്കാൻ കഴിയാതെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ, ഒരു ഭിത്തി, നമുക്ക് ചുറ്റും ഒരു മതിൽ പണിയപ്പെടും. മതിൽ പണിഞ്ഞാൽ പിന്നെ 2ആയിട്ട് മാറുകയാണ്, നമുക്ക് പ്രവേശനമില്ലാത്തൊരവസ്ഥയിലെത്തും. എന്നാൽ നേരെ മറിച്ച് നമ്മൾ ക്ഷമിക്കാൻ തുടങ്ങുകയാണെങ്കിൽ മതിലല്ലായിരിക്കും പണിയുന്നത്, ഒരു പാലമായിരിക്കും. ഇറ്റ് വിൽ ബിൽഡ് എ ബ്രിഡ്ജ്. ഒരു നല്ല അനുഗ്രഹിക്കപ്പെട്ട പാലം പണിത് എല്ലാ തുറമുകളിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള പ്രവേശനം ലഭിക്കാൻ സർവശക്തനായ ദൈവം നമ്മെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.